ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. ഒരുപക്ഷേ നമ്മുടെ ടി വി ചാനലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണ വേദി കൂടിയാണിത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പൊതുവിൽ നമ്മുടെ ചാനലിലേക്ക് വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ തെളിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാം. ആദ്യം വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് വാർത്തകളും ദൃശ്യങ്ങളും അയക്കാനുള്ള നമ്പർ 6235968937. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ നോക്കിക്കോളൂ, സ്ക്രീനിലുണ്ട്. അതേപോലെ നിങ്ങൾക്കൊരു ലാൻഡ് ലൈൻ നമ്പറുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിളിക്കണമെന്ന് തോന്നിയാൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലേക്ക് ഡയറക്റ്റായി നിങ്ങൾക്ക് വിളിക്കാം. എന്നോട് ഡയറക്റ്റായി സംസാരിക്കുകയും ചെയ്യാം. 0484-284-5010. ഇത് കൂടാതെ യൂട്യൂബിൽ നിങ്ങൾക്ക് 24 ചാനൽ ലോഗിൻ ചെയ്യാം. കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ കമൻറ്റുകൾ അവിടെ കുറിക്കാം. അപ്പോൾ ആ കമൻറ്റുകളും വിളികളും നിങ്ങളുടെ ദൃശ്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത 1 മണിക്കൂർ ഒന്നിച്ചുള്ള ഒരു യാത്ര, സംയുക്ത യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. 10ാം ക്ലാസ്സും ഗുസ്തിയും നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇന്ന് അത് സംഭവിച്ചു. ഒരു മന്ത്രി ഒരു കാര്യം പറഞ്ഞു, അടുത്ത മന്ത്രി അത് തിരുത്തി. അത് 10ാം ക്ലാസ്സിൻ്റെ കാര്യത്തിലായതുകൊണ്ട് അതൊരു ചെറിയ ഗുസ്തിയായി മാറി. ഇന്നത്തെ വാർത്താ പകൽ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത്. 10ാം ക്ലാസ് പാസ്സാകുന്ന ആളുകൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു. അങ്ങനെ സംശയം നമ്മുടെ മന്ത്രി സജി ചെറിയാൻ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് ഒരു പൊതുവേദിയിൽ പരസ്യമായിട്ട് പറഞ്ഞു. പണ്ട് 10ാം ക്ലാസ് ജയിക്കാൻ വലിയ പാടായിരുന്നു. ഇന്ന് 10ാം ക്ലാസ് എന്നാൽ ഓൾ പാസ് എന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. പിന്നാലെ വന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ സജി ചെറിയാനെ തിരുത്തിയുള്ള ഡയലോഗ്. ചുരുക്കത്തിൽ 10ാം ക്ലാസ്സും ഗുസ്തിയും എന്ന് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞത് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും ഈ കാര്യം, ഈ ഗുസ്തി നടക്കുന്നത് മന്ത്രിമാർക്കിടയിലാണ് എന്ന വ്യത്യാസമേ ഇന്നുള്ളൂ. ആലപ്പുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിലാണ് മന്ത്രി സജി ചെറിയാൻ 10ാം ക്ലാസ് പരീക്ഷയെക്കുറിച്ച് തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. പണ്ടൊക്കെ SSLCക്ക് 210 മാർക്ക് വാങ്ങി ജയിക്കാൻ തന്നെ വലിയ പാടായിരുന്നു. ഇപ്പോൾ ഓൾ പാസ് നൽകുന്നതിനോട് മന്ത്രിക്ക് വിയോജിപ്പ്. ഇങ്ങനെ എല്ലാവരെയും ജയിപ്പിക്കുന്നതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാലും കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത സ്ഥിതിയാണെന്ന മന്ത്രിയുടെ പരിഹാസം. ഇവിടെ ഇപ്പോൾ ഒരു 50% ആളുകളെ ജയിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധമായിരിക്കും. എല്ലാ സർക്കാർ ഓഫീസിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചാണ്. എന്താണ്? സർക്കാർ പരാജയമാണ്. 50% തോറ്റു. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാൻ അറിയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ നിലപാട് നമ്മൾ എടുക്കാൻ പോവാണ്. പശുവിനെ കണ്ട അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ. പശുക്കളെ കണ്ട ഇപ്പോൾ ഇംഗ്ലീഷിൽ വാട്ട് ഇസ് ദിസ്, തന്തയോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ്. പട്ടിയാണെന്ന് ചോദിക്കും പശുവിനെ കണ്ട്. SSLC പരീക്ഷയിൽ ആരെങ്കിലും തോറ്റാൽ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കപ്പെടുന്നു. 50% പേർ മാത്രം വിജയിച്ചാൽ പിറ്റേന്ന് സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമുയരുമെന്നും സജി ചെറിയാൻ. പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതോടെ പശുവിനെയും പോത്തിനെയും കണ്ടാൽ കുട്ടികൾക്ക് അറിയാത്ത സ്ഥിതിയാണെന്നും മന്ത്രി പരിഹസിച്ചു. SSLC കഴിഞ്ഞവർക്ക് വായിക്കാനും എഴുതാനും അറിയില്ലെന്ന നിരീക്ഷണം വസ്തുതാവിരുദ്ധമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ തിരുത്ത്. 10ാം ക്ലാസ് ജയിച്ച നിരവധി വിദ്യാർത്ഥികൾ +1 സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോഴാണ് മന്ത്രിമാരുടെ അഭിപ്രായ ഭിന്നത. SSLC മൂല്യനിർണ്ണയ രീതിക്കെതിരെ നേരത്തെയും സർക്കാർ സംവിധാനത്തിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായിട്ടുണ്ട്. ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് രീതി ഏർപ്പെടുത്താനുള്ള ആലോചനയും വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം സ്വന്തമാക്കിയിട്ടും പ്രവേശനം കിട്ടാതെ പോകുന്ന വിദ്യാർത്ഥികൾ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സമയത്താണ് മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന വന്നത്. മന്ത്രിയുടെ പരിഹാസത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പൊതുജനങ്ങൾക്കും അതിനോട് യോജിക്കുന്നുണ്ട്. പണ്ട് പാടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് തോന്നുന്നത്. വാല്യൂഷൻ മെത്തേഡ് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് സിലബസിൽ കുറച്ചുകൂടെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പഴയ സിലബസ് അല്ല ഇപ്പോൾ ഉള്ളത്, അതുകൂടെ മാറ്റി ഒരു കുറച്ചുകൂടെ നിലവാരം കൂടിയ സിലബസ് കൊണ്ടുവന്നിട്ട് പുതിയ ഇപ്പം നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നായിരുന്നു കുറച്ചുകൂടെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ആ ഒരു രീതിയിൽ. പണ്ടത്തെക്കാൾ ഇപ്പം ഏകദേശം എല്ലാവർക്കും ഒരുപോലെ നല്ല മാർക്ക് കിട്ടുന്നത് കൂടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കൊന്ന് CBSEയുടെ അത്രയും ആപ്റ്റ് അല്ലാണെന്ന് തോന്നുന്നു. CBSE ആണ് കുറച്ചും കൂടി ആപ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പണ്ടത്തേക്കാട്ടിലും ഇപ്പോൾ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് ഒത്തിരി സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ബെറ്റർ ബുക്സ് ഉണ്ട്. ട്യൂഷന് പോകുന്ന പിള്ളേർക്ക് കുറച്ചുകൂടെ ആൾക്കാർ
പേരൻസ് തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളതിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. വാല്യൂ സിസ്റ്റം മാറ്റുന്നേക്കാളും സ്കൂളിലെ ടീച്ചർമാർ അല്ലെങ്കിൽ സ്കൂളിലെ സിസ്റ്റം കറക്റ്റ് ആണോ നോക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ്. കുറച്ചും കൂടി ലിബറലാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതേപോലെ തന്നെ മാർക്കും കിട്ടുന്ന കുറവാണ് പിള്ളേർക്ക്. ഇല്ല, ചാൻസ് കുറവായിരിക്കാം. അപ്പം അതും പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം ജയിപ്പിക്കാൻ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പം അറിഞ്ഞൂടാ, സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെ അവ എങ്ങനെയാണ് റിവാലുവേഷൻ ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. കൂടുതൽ പിള്ളേർ ഇപ്പോഴാണ് പഠിക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഒരേപോലെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പാരൻസ് പ്രഷർ ചെയ്യണമുണ്ട്, അവർ പഠിക്കുന്നുണ്ട് എല്ലാവരും. ഇന്ന് താരസംഘടന അമ്മയുടെ യോഗം കൊച്ചിയിൽ നടന്നു. അതിൻ്റെ ജനറൽ ബോഡിയായിരുന്നു. ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുത്തായിട്ട് റിപ്പോർട്ട്. പ്രസിഡന്റ് മോഹൻലാൽ ആയിരിക്കും, ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, വൈസ് പ്രസിഡന്റ്മാരായി ജഗദീഷും ജയൻ ചേർത്തലയും തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ ജോയിന്റ് സെക്രട്ടറിയായി ബാബുരാജ് വന്നു. ട്രഷറർ ഉണ്ണി മുകുന്ദനായിരിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കലാഭവൻ ഷാ ജോൺ, സുരാജ് വഞ്ഞാറമ്മൂട്, ജോയി മാത്യു, സുരേഷ് കൃഷ്ണ, ടിനി ടോം, ബിനു മോഹൻ, ടൊവിനോ തോമസ്, അനന്യ, സരയു, അൻസിവ ഇവരെയൊക്കെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ ഒരു തർക്കം നടന്നു. അമ്മയിലെ തർക്കത്തിന് പരിഹാരമുണ്ടായി എന്ന് ഇപ്പോൾ വാർത്ത വരുന്നു. അൻസിബയെയും സരയുവിനെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി തർക്കത്തിന് പരിഹാരം കണ്ടെത്തി അവശേഷിക്കുന്ന ഒരു സീറ്റിലേക്കുള്ള വനിതയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മഞ്ജുപിള്ള, കുക്കു പരമേശ്വരൻ, ഷീലു എബ്രഹാം എന്നിവരെ ജനറൽ ബോഡി നിർദ്ദേശിച്ചു. പരിഹാരം 1 മണിക്കൂർ നീണ്ടുപോയ തർക്കത്തിന് ഒടുവിലായിരുന്നു. എന്തായാലും പുതിയ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ആശംസകൾ. ബഷീർ പറയുന്നു, SKN മോർണിംഗ് ഷോയിലും അതുപോലെ ആഷ്മി ഗുഡ് ഈവനിങ്ങിലും എന്നെ അവോയ്ഡ് ചെയ്തതായി തോന്നുന്നു. ബഷീർക്ക് അങ്ങനെ ആയിരിക്കില്ല. വളരെ കഴമ്പും കാമ്പുമുള്ള കാര്യങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ ഒരുപാട് വാർത്തകൾ വരുന്ന സമയമാണെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് യൂട്യൂബിലെ എല്ലാ സന്ദേശങ്ങളും വായിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മാത്രമല്ല മുഴുവൻ സന്ദേശങ്ങളും വായിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല താനും. കാരണം യൂട്യൂബിൽ അല്ലാതെ ടെലിവിഷനിൽ ഡയറക്റ്റായിട്ട് ഈ വാർത്താ ചാനൽ കാണുന്ന ഒരുപക്ഷെ യൂട്യൂബിൽ വരുന്നവരെക്കാളും എത്രയോ ലക്ഷം ഇരട്ടിയാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അവർക്ക് വളരെ അലോസരപ്പെടുന്ന കാര്യമാണ് നമ്മൾ ഒരുപാട് യൂട്യൂബ് സന്ദേശങ്ങൾ വായിച്ചാൽ. അതും ഒരു കാര്യമാണ്. അപ്പം കാര്യമാത്ര പ്രസക്തമായ കാമ്പുള്ള കഴമ്പുള്ള സന്ദേശങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. പിന്നെ ചില ഒരു ഫണ്ണിന് വേണ്ടി, ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ചില വിമർശനങ്ങളുള്ള നമ്മുടെ പ്രതികരണം പറയാൻ വേണ്ടി അത്ര പ്രധാനപ്പെട്ട അല്ലാത്ത ചില സന്ദേശങ്ങൾ നമ്മൾ മോർണിംഗ് ഷോയിൽ വായിക്കാറുണ്ട്. തട്ടിപ്പ് വാർത്തകൾ നാട്ടിൽ ഒരുപാട് വർദ്ധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരമൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ശുദ്ധ തട്ടിപ്പ്. ഗൃഹനാഥൻ ജീവനൊടുക്കിയതിനു പിന്നാലെ പ്രതിക്കൂട്ടിലായ തിരുവനന്തപുരം ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സഹകരണ സംഘത്തിലെ വൻ ക്രമക്കേട് പുറത്തു വന്നു. വായ്പ നൽകിയതിലും ബോർഡംഗങ്ങളെ നിയമിച്ചതിലും തിരിമറി നടന്നുവെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. സഹകരണ സംഘത്തിൻ്റെ ബാധ്യത 17 കോടി രൂപയെന്നാണ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം സഹകരണ സംഘം പ്രസിഡന്റ് അണിയൂർ ജയകുമാർ കബളിപ്പിച്ചെന്ന് മരിച്ച ബിജുകുമാറിൻ്റെ കുടുംബം ഇന്ന് 24 പറഞ്ഞു. ആരോപണങ്ങൾ നിഷേധിച്ച് ജയകുമാറും ഇന്നത്തെ വാർത്താപ്പകലിൽ രംഗത്ത് വന്നു. പ്രസിഡന്റ് കബളിപ്പിച്ചത് തന്നെയാണ്, എൻ്റെ ചേട്ടനെ കൊന്നത് തന്നെയാണ്. സമാധാനപ്പെടുത്തിയിട്ടിരുന്നെങ്കിൽ എൻ്റെ ചേട്ടൻ പോവില്ലായിരുന്നു, ജീവനോട് കിട്ടി. ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ഇല്ലാതായത്. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സഹകരണ സംഘത്തിൻ്റെ പ്രസിഡന്റായ ജയകുമാർ നിക്ഷേപകനായ ബിജുകുമാറിൽ നിന്ന് 2,52,000 രൂപ തട്ടിച്ചുവെന്നാണ് ആരോപണം. ചിട്ടിപ്പണം ലഭിക്കുമ്പോൾ തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് ജയകുമാർ ബിജുകുമാറിൽ നിന്ന് പണം വാങ്ങിയത്. പണത്തിനായി സഹകരണ സംഘത്തിൽ കയറിയിറങ്ങി മടുത്ത ബിജുകുമാർ ജീവനൊടുക്കുകയായിരുന്നു. ഇങ്ങനെ അങ്കിള് പറ്റിച്ചതാണ്, ഇനി കിട്ടാൻ വല്ല വഴിയുണ്ടോയെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ചെയ്യാം, പോയി സംസാരിക്കാം എന്നൊക്കെ. എന്നിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ വർഷം LBSൽ അലോട്ട്മെൻറ്റിന് കിട്ടുന്ന ടൈമിലാണ് അച്ഛൻ പോയി ചെന്ന് ചോദിച്ചിങ്ങനെ പഠിത്തത്തിന് ആവശ്യത്തിന് ഇങ്ങനെ പൈസ തരുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ ആ തരാം, അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്നുണ്ട്. അലോട്ട്മെൻറ്റ് കിട്ടിയ ടൈമിൽ പോയി ചോദിച്ചപ്പം പറഞ്ഞ് പിന്നെ തരാം. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ടൈം അങ്ങ് കഴിഞ്ഞ് പൈസ അടയ്ക്കാൻ ടൈം അത് ക്യാൻസലായിപ്പോയി.
ബിജുകുമാറിന്റെ മരണത്തിന് പിന്നാലെ സഹകരണ സംഘത്തിലെ ക്രമക്കേടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വായ്പ നൽകിയതിലും നിയമനത്തിലും വൻ തട്ടിപ്പ്. സഹകരണ ചട്ടം മറികടന്ന ബാങ്ക് പ്രസിഡന്റ് അണിയൂർ ജയകുമാറിന്റെ സഹോദരി പുത്രിയെ സെക്രട്ടറിയാക്കി, ഭാര്യയെ ബോർഡംഗമാക്കി. സഹകരണ സംഘത്തിൽ നിന്ന് ലോണുകൾ നൽകിയത് ശരിയായ ജാമ്യം വാങ്ങിയല്ല. ഒരു ലോൺ അടച്ചു തീരുന്നതിന് മുമ്പ് രണ്ടാമത്തെ ലോൺ നൽകി. രണ്ടും തിരിച്ചെടുക്കാനായില്ല. ഡെയിലി കളക്ഷൻ വഴി ലഭിച്ച പണം കണക്കിൽ ഉൾപ്പെട്ടില്ല. സെക്രട്ടറിയുടെ പേരിൽ സ്വകാര്യ അക്കൗണ്ട് തുടങ്ങി പല വായ്പയുടെ തിരിച്ചടവും അതിലേക്ക് വരവ് വച്ചതടക്കം ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. ഈ 2018-19 അവിടെ വ്യക്തമായ ഒരു ആഡിറ്റ് നടന്നില്ല. ആ ആഡിറ്റ് നടക്കുമ്പോൾ ഈ സംഘത്തിൽ നീക്കിയിരിപ്പ് തുകയും ലോണായി കൊടുത്തിട്ടുള്ള തുകയും പോയിട്ട് 5 കോടി രൂപ കാണാതെ ഇല്ലാതെയായി. പിന്നീട് ഇന്റേണൽ ആഡിറ്റ് നടന്നപ്പോൾ അത് 17 കോടി രൂപയായി ഉയർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് അണിയൂർ ജയകുമാർ. ബിജുകുമാറിന് 1 രൂപ പോലും നൽകാനില്ലെന്നും ബാങ്കിലേക്ക് 22 ലക്ഷം അടയ്ക്കാനുണ്ടെന്നും പ്രതികരണം. ഞാൻ അങ്ങനെ കടം വാങ്ങുന്ന ആളല്ല. എനിക്ക് സ്വകാര്യവശത്തിന് ബിജുവിന് ഈ നാട്ടിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അവർ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ തന്നെ ഉണ്ട്. അവരിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയത് ഈ പാവപ്പെട്ട പയ്യൻ്റെ ഞാൻ 2 ലക്ഷം രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവദോഷം കിട്ടും ആ കാര്യത്തിൽ. അവർ പറയുന്നതിന് ഒരുവിധ ഇതുമില്ല. 22,31,200 രൂപയാണ് സംഘം റെക്കോർഡ് പ്രകാരം ഈ ബിജുകുമാർ അടയ്ക്കേണ്ടത്. അല്ല വേറെ ഒരുവിധ ആശങ്കയും നമുക്കില്ല. എടുത്ത വായ്പകളും ചിട്ടികളും തിരിച്ചടച്ചുവെന്നാണ് തെളിവ് സഹിതം കുടുംബം പറയുന്നത്. പണം ലഭിക്കാത്ത നിക്ഷേപകരുടെ പരാതികൾ വേറെയും. സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ ക്രമക്കേടുകളുടെ യാഥാർത്ഥ്യം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മന്ത്രി സജി ചെറിയാൻ ഇന്ന് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം പ്രേക്ഷകർ കത്തയക്കുന്നുണ്ട്. അവർ പലരും അനുഭവങ്ങൾ വെച്ച് ആണ് പറയുന്നത്. സന്തോഷ് കുമാർ കാവൻപുറത്ത് പറയുന്നു, SSLC റിസൾട്ട് വന്നപ്പോൾ ഗോട്ട് ഫുൾ A+ ആൻഡ് ഐ ആം പാസ്ഡ് അവേ എന്ന് പോസ്റ്റ് ഇട്ട ഒരു ബിരുദനെ കണ്ടു. അപ്പോൾ ചെറിയാൻ സാറ് പറഞ്ഞത് ശരിയല്ലേ എന്ന് പറയുന്നു. പാസ്ഡ് അവേ എന്ന് പറഞ്ഞത് കുറച്ച് കടത കൈയായിപ്പോയി. എന്തായാലും മരിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ സമയം 6:40 ആയിരിക്കുന്നു. കോഴിക്കോട് അത്തോളി മുടക്കല്ലൂരിൽ കുറുക്കൻ്റെ കടിയേറ്റ് 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, പറയൂ. കോഴിക്കോട് അത്തോളിക്ക് സമീപമുള്ള മുടക്കല്ലൂരിൽ ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. 2 മണിക്കൂറിനിടെയാണ് 4 പേരെ ഈ കുറുക്കൻ ആക്രമിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിയോടുകൂടിയാണ് പനോളി സ്വദേശിയായ ദേവയാനിയെ കുറുക്കൻ ആക്രമിക്കുന്നത്. തുടർന്ന് ഇതേ കുറുക്കൻ തന്നെ കോഴിക്കോട്ടെയിൽ ശ്രീധരനെയും ഭാര്യയായിട്ടുള്ള സുലോചനയും ആക്രമിക്കുകയായിരുന്നു. സുലോചനയുടെയും ശ്രീധരന്റെയും നിലവിളി കേട്ടുകൊണ്ടാണ് ഇതിനെ സമീപവാസിയായ വണ്ടകശ്ശേരി സുരേഷ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഈ സുരേഷിനെയും കുറുക്കൻ ആക്രമിക്കുകയായിരുന്നു. ഇങ്ങനെ 4 പേരെയാണ് കുറുക്കൻ ആക്രമിച്ചിട്ടുള്ളത്. 4 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിട്ടുണ്ട്. 4 പേരുടെയും പരിക്ക് ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ചില ശബ്ദത്തിൽ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ രാജ്യ തലസ്ഥാനം നേരിടുന്നത് സമാനതകളില്ലാത്ത ദുരിതങ്ങൾ. മഴക്കെടുതിയിൽ ഡൽഹിയിൽ മാത്രം ഇതിനകം 11 പേർ മരിച്ചു കഴിഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ കനത്ത മഴയും വെള്ളക്കെട്ടും തുടരുകയാണ്. അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് 6 ഉദ്യോഗസ്ഥന്മാരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. ഇന്ന് വരും ദിവസങ്ങളിലും ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ പെയ്ത ശക്തമായ മഴയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെയാണ് 11 മരണം റിപ്പോർട്ട് ചെയ്തത്. വരും ദിവസങ്ങളിലും ഡൽഹിയിൽ മഴ കനക്കും. ഡൽഹി സമയ്പൂർ ബദലിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ കളിക്കാനിറങ്ങിയ കുട്ടികളാണ് മുങ്ങിമരിച്ചത്. ഷാലിമാർ ബാഗിൽ 20 വയസ്സുകാരനും മുങ്ങിമരിച്ചു. ഒക്ല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ അണ്ടർപാസിൽ സ്കൂട്ടർ യാത്രികൻ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതോടെ മഴക്കെടുതിയിൽ ഡൽഹിയിൽ മരിച്ചവരുടെ എണ്ണം 11 ആയി.
അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റോഡിന്റെ പലയിടങ്ങളും തകർന്നു. സംഭവത്തിൽ 6 ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. അന്വേഷണം നടക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അജയ് ചൗഹാൻ വ്യക്തമാക്കി. ഗുജറാത്തിലും പഞ്ചാബിലും ശക്തമായ മഴയും വെള്ളക്കെട്ടുമുണ്ട്. ഉത്തരാഖണ്ഡിലും സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാണ്. ഹരിദ്വാറിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. വീടുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഗംഗാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഡൽഹി, UP, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിനീത VG, 24, ഡൽഹി. ഹനാൻ മുഹമ്മദ് പറയുന്നു, കണ്ണൂരിൽ കനത്ത മഴ പെയ്യുന്നു എന്നാണ്. മറ്റു ചില പ്രേക്ഷകരും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരു ചോദ്യമുണ്ട്, നാളെ അവധിയുണ്ടോ? കണ്ണൂരിൽ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നറിയുക. ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത്, കരിപ്പൂരിൽ നിന്നും മസ്കറ്റിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. ഇന്ന് രാത്രി 11:10 പുറപ്പെടേണ്ട വിമാനമാണ് സാങ്കേതിക തകരാർ മൂലം റദ്ദാക്കിയിരിക്കുന്നതെന്ന് എയർപോർട്ടിൽ നിന്ന് അറിയിക്കുന്നു. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് ധനസഹായം ഡൽഹി സർക്കാർ പ്രഖ്യാപിച്ചു. 10 ലക്ഷം രൂപ വീതമാണ് സഹായധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. വിനീത, പറയൂ. ഡൽഹിയിലുണ്ടായ കനത്ത മഴയും മഴക്കെടുതിയും കാരണം ഈ 2 ദിവസത്തിനിടെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇവരുടെ കുടുംബത്തിന് ഇപ്പോൾ ഡൽഹി സർക്കാർ തുക നൽകിയിട്ടുണ്ട്. നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓരോ കുടുംബത്തിനും 10 ലക്ഷം രൂപ വീതമാണ് നൽകുക. അല്പസമയം മുൻപാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പ് ഉണ്ടാവുന്നത്. ഈ 2 ദിവസത്തിനിടെ സൂചിപ്പിച്ചതുപോലെ 11 പേരുടെ ജീവനാണ് നഷ്ടമായത്. ഇതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇന്നും സമാന രീതിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 4 പേർ ഈ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചവരാണ്. ഇവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിനീത വിജി. ഡൽഹിയിൽ നിന്നാണ് വിനീത നമുക്കൊപ്പം ചേർന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി മലപ്പുറത്ത് ഒരു നാട് മുഴുവൻ സമരത്തിലാണ്. നഗരമധ്യത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലപ്പുറം അത്താണിക്കലാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ സമരം നടക്കുന്നത്. നാട്ടുകാരുടെ അറിവോടുകൂടിയല്ല ബീവറേജ് ഔട്ട്ലെറ്റ് ഇവിടെ സ്ഥാപിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ നാട്ടുകാരൊന്നും തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് നാട്ടുകാർ സമരമുഖത്തേക്ക് ഇറങ്ങിയത്? ഈ ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം ബീവറേജ് ഔട്ട്ലെറ്റ് വന്നതോടുകൂടിയാണ് നാട്ടുകാരുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടത്. ഇതോടുകൂടിയാണ് നാട്ടുകാർ ഒന്നടങ്കം സമരവുമായി രംഗത്തെത്തിയത്. മലപ്പുറം അത്താണിക്കലിൽ പുതുതായി ആരംഭിച്ച ബീവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുകയോ ജനങ്ങൾക്ക് ശല്യമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഒരു നാടൊന്നാകെ സമരത്തിനിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് നാട്ടുകാർ അറിയാതെ പ്രദേശത്ത് കേന്ദ്രം തുറന്നത്. ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത് ഇവിടെ ഞങ്ങളെ ഈ അടുത്താണ് MES സെൻട്രൽ സ്കൂൾ കിടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയാണ് പിന്നെ UP സ്കൂളുണ്ട്, ഗവൺമെൻറ് UP സ്കൂളുണ്ട്, അതേപോലെ സയ്യ കോളേജ് ഉണ്ട്. ഞങ്ങൾക്കൊക്കെ പോകാനുള്ള ആകെയുള്ളൊരു പാതയോരം ഇത് മാത്രമേ ഉള്ളൂ. ഇതിലൂടെ ഞങ്ങളെ കുട്ടികൾ പോകുമ്പോൾ ഞങ്ങളെ കുട്ടികൾക്ക് പിന്നെ വഴി തടഞ്ഞിട്ടാണ് ഓരോ മദ്യപാനികളും നിൽക്കുന്നത്. ഓരോ രാവിലെയും ഓരോ വൈകുന്നേരം ഞങ്ങൾ പേരൻസ് ഇവരെ കൊണ്ടുവന്നാക്കാനും നിൽക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. കാറുമായി എത്തി ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി പരിസരത്ത് തന്നെ കഴിച്ചതിനു ശേഷം അവിടെ തങ്ങുന്നവർ നാട്ടുകാർക്ക് തലവേദന സൃഷ്ടിക്കുകയാണ്. രാത്രിയായാൽ സമീപത്ത് വീടുകളിലേക്കടക്കം കയറി ചെന്ന് ശല്യം ചെയ്യുന്നതായും വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും
വഴി നടക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എൻ്റെ മോള് മലപ്പുറം കോളേജിലാണ് പഠിക്കുന്നത്. ആ കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന ടൈം 7 മണി ടൈമാണ്. ആദ്യമൊക്കെ ഓൾ ധൈര്യമായിട്ട് വന്നിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഞങ്ങൾക്ക് പോയി കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. പിന്നെ നാട്ടിൽ പല പല അക്രമങ്ങൾ അങ്ങനെ ഏതായാലും ഞങ്ങളുടെ നാട്ടിൽ സ്വസ്ഥത ഇല്ലാതെ ആക്കിയതാണ് ഈ ബിവറേജ്. ഇത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റി തരണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. വിഷയം നിരവധി തവണ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ വ്യാപകമായി പരാതിപ്പെടുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മദ്യപാനികൾ ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട് തുടർച്ചയായി നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കുക, സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ കയ്യേറ്റം ചെയ്യുക, പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് വേണ്ട ഗൗരവം വിഷയത്തിന് നൽകുന്നുമില്ല. ഇതേ തുടർന്നാണ് ഒരു നാടൊന്നാകെ ഒന്നിച്ച സമരമുഖത്തേക്കിറങ്ങിയത്. നിലവിൽ ജനവാസ മേഖലയല്ലാത്ത മേഖലയിലേക്ക് ബീവറേജ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷാദ് റഹ്മാൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ആരാധ്യയുടെ ഒരു യൂട്യൂബ് സന്ദേശം 24 വാർത്തകൾ അറിയിക്കാനുള്ള വാട്സപ്പ് നമ്പർ പറയാമോ? അത് സ്ക്രീനിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നമ്പർ പ്രത്യക്ഷപ്പെടും. അവിടെ നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ വാർത്തകൾ അറിയിക്കാം. ഇനി ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. പുതിയതായി ആരംഭിച്ച ബെവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുകയോ ജനങ്ങൾക്ക് ശല്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയോ വേണം എന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം പ്രദേശത്ത് രൂക്ഷമാണെന്നും ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആകെ സ്കൂൾക്ക് പോകാനുള്ള വഴിയും എല്ലായിടത്തേക്ക് പോകാനുള്ള വഴിയും ഈ വഴി തന്നെയാണ്, ഈ കയറ്റ റോഡ് തന്നെയാണ്. ആദ്യം ഞങ്ങൾ ഒറ്റക്ക് ഓരോരുത്തരും ആദ്യം സ്കൂളിൽ വിട്ടൊന്ന് പോകുന്നതിന്. ഇപ്പോൾ അങ്ങനെ പോരാൻ ഞങ്ങൾക്ക് കഴിയണില്ല. സർക്കാരിനോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇവിടുന്ന് ആരും സഹായം ഇല്ലാതെ സ്കൂൾക്കും മദ്രസ്ക്കും പോകാൻ പറ്റൂല. ഇത് ഇവിടുന്ന് മാറ്റി തരണം. പെട്ടെന്നൊരു രാത്രി നേരം വെളുത്തപ്പോഴാണ് നമ്മൾ ഈ ബിവറേജ് ഔട്ട്ലെറ്റ് ഇവിടെ തുറന്ന കാര്യം തന്നെ അറിയുന്നത്. പിന്നെ 2 സൈഡിലും വാഹനങ്ങൾ ഇങ്ങോട്ട് നിർത്തിയിട്ടിട്ട് 2 ഭാഗത്തു കൂടി പോരാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള വേവലാതി ഞങ്ങൾ വീട്ടമ്മമാർക്ക് നല്ലോണം ഉണ്ട്. ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ SP പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, MP രാജേഷിന് കൊടുത്തു, എക്സൈസ് MDക്ക് കൊടുത്തു. എല്ലാവിധ പരാതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം ഇവിടുന്ന് പോകുന്നത് വരെ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്താനും തയ്യാറാണ്. കത്തിയും വടിവാളുമായി ഞങ്ങളെ ഒരു പറ്റം ആളുകൾ വന്ന് ഉപദ്രവിക്കാൻ വന്നു. ഞങ്ങൾ അവരെ ഒന്നും ചെയ്തില്ല. കാരണം ഇത് ഞങ്ങളെ വിധിയാണ്, ഞങ്ങളെ നാടിൻ്റെ ശോചനീയാവസ്ഥയാണ് ഇതെന്ന് മനസ്സിലാക്കി അവരെ ഞങ്ങൾ പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് കാര്യമായിട്ട് ഒരു തീരുമാനവും അതിനെതിരെ എടുത്തിട്ടില്ല. സമരം ഇത് പൂട്ടുന്നത് വരെ, ഞങ്ങൾ മരിച്ചു വീഴുന്നത് വരെ, ഈ നാട്ടുകാർ മരിച്ചു വീഴുന്നത് വരെ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. പാലക്കാട് നിന്ന് ഒരു അപകടത്തിൻ്റെ വാർത്ത നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ വാഹനാപകടം ഉണ്ടായി. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന അമ്മയെയും കുട്ടിയും കാർ ഇടിച്ച് തെറിപ്പിച്ചു. നിസ്സാര പരിക്കുകളോടെ ഇരുവരും രക്ഷപ്പെട്ടു എന്നാണ് വാർത്തയിൽ പറയുന്നത്. പഴയ ലക്കിടി സെൻറ്ററിലാണ് അപകടം ഉണ്ടായത്. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കാൻ സാധ്യത. ഭരണപക്ഷം നിർദ്ദേശിക്കുന്ന ആളെ പിന്തുണയ്ക്കണം എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് പ്രതിപക്ഷം തള്ളിക്കളഞ്ഞു. ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി സമാജ്വാദി പാർട്ടിയിൽ നിന്നാകുമെന്ന് സൂചനയുണ്ട്. ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, പറയൂ. SKN ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ് എന്നും അതുകൊണ്ട് ആ കീഴ്വഴക്കമനുസരിച്ച് പ്രതിപക്ഷത്തിന് നൽകണമെന്നുമുള്ള ആവശ്യം ഭരണപക്ഷം അംഗീകരിച്ചിട്ടില്ല. സ്പീക്കർ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അത് വ്യക്തമായതാണ്. എന്നാൽ ഇപ്പോൾ ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ബന്ധപ്പെട്ട് ഇരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കൂടാതെ മമതാ ബാനർജി, അഖിലേഷ് യാദവ് എന്നിവരുമായി ആശയവിനിമയം ഇതിനകം തന്നെ അദ്ദേഹം നടത്തി എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ആരാണ് NDAയുടെ സ്ഥാനാർത്ഥി എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ ആ പേര് വ്യക്തമാക്കിയ ശേഷം ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് അറിയിക്കാം എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ അഖിലേഷ് യാദവും രാജ്നാഥ് സിംഗിനെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം BJP ഇതര പാർട്ടിയിൽ നിന്ന് വേണം ഡെപ്യൂട്ടി സ്പീക്കർ എന്ന ആവശ്യമാണ് മമതാ ബാനർജി മുന്നോട്ട് വച്ചിരിക്കുന്നത്. NDA ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മത്സരത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യവും. ഇന്ത്യ
ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അഭിപ്രായ രൂപീകരണത്തിനായി മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് 17 പാർട്ടികളുമായി മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ച നടത്തും. നിലവിലെ സാഹചര്യത്തിൽ സമാജ്വാദി പാർട്ടിയിൽ നിന്നും ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആലോചന എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. അയോധ്യയിൽ നിന്നും വിജയിച്ച അവധേഷ് പ്രസാദിന്റെ പേരാണ് നിലവിൽ ഉയർന്നു വരുന്നത് എന്നും സൂചനകൾ ഉണ്ട്. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN ഇങ്ങനെയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും ലോക്സഭയിൽ മത്സരമുണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് മസ്കറ്റിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. ഇന്ന് രാത്രി 11:30 മണിക്ക് പുറപ്പെടേണ്ട വിമാനമാണ് സാങ്കേതിക തകരാറ് കാരണം റദ്ദാക്കിയിരിക്കുന്നതെന്ന് ഞങ്ങളുടെ തിരൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുകയാണ്. സമീർ, എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇക്കാര്യത്തെക്കുറിച്ച്? ഇന്ന് രാത്രി 11:10 കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും മസ്കത്തിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയതായി ഇപ്പോൾ വിവരം വന്നിരിക്കുന്നത്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ് വിമാനം റദ്ദാക്കാൻ കാരണമായത് എന്നുള്ളതാണ് എയർ ഇന്ത്യ അധികൃതർ നൽകുന്ന വിശദീകരണം. യാത്രക്കാർക്ക് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ വിമാനം റദ്ദാക്കിയ വിവരം അറിയിച്ചിരുന്നു എന്നുള്ളതാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ആരും തന്നെ നിലവിൽ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഈ യാത്രക്കാർക്ക് അടുത്ത ദിവസം തന്നെ വിമാനം ചാർട്ട് ചെയ്യുമെന്നുള്ളതാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിമാനത്താവളത്തിൽ നിന്നും അവർ യാത്ര ചെയ്യാം എന്നുള്ളതും എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു. നേരത്തെയൊക്കെ തന്നെ വിമാനം റദ്ദാക്കുന്ന ഘട്ടത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്താതിരിക്കുകയും ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നത്. താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് സമീർ ബിൻ കരീമാണ്. താര സംഘടനയായ അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടു. 25 കൊല്ലമായി സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു സ്ഥാനമൊഴിഞ്ഞതോടെയാണ് സിദ്ദിഖിൻ്റെ തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വനിതകളുടെ സീറ്റ് ഒഴിച്ചാനുള്ള തീരുമാനം ഒരു വിഭാഗത്തിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഇന്നായിരുന്നു അമ്മയുടെ ജനറൽ ബോഡി യോഗം. അതിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇടവേള ബാബു പടിയിറങ്ങുകയും ചെയ്തു. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. പറയൂ അശ്വിൻ. എസ് കെ സൂചിപ്പിച്ചതുപോലെ 25 വർഷത്തിന് ശേഷമാണ് അമ്മയിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടവേള ബാബു മാറിയതോടെയാണ് ഒരു മത്സരം തന്നെ അവിടേക്ക് ഉണ്ടായതെന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും സിദ്ദിഖാണ് ഔദ്യോഗിക പക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ജയിച്ചിരിക്കുന്നത്. കുക്കു പരമേശ്വരനും ഒപ്പം ഉണ്ണി ശിവപാലും സിദ്ദിഖിനെതിരെ മത്സരിക്കുകയും ചെയ്തെങ്കിലും അത് പരാജയപ്പെടുകയാണ്. ഒപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ജയൻ ചേർത്തലയും വിജയിച്ചിട്ടുണ്ട്. അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തി ബാബുരാജാണ് ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അമ്മയുടെ ഭരണഘടന പ്രകാരം 11 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 പേർ വനിതകളായിരിക്കണം. ഈ 4 പേർ വനിതകളായിരിക്കേണ്ടത് 3 വനിതകൾ മാത്രമാണ് മത്സരിച്ചത്. അതിൽ അനന്യ മാത്രമാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത്. അതോടുകൂടിയാണ് വലിയ പ്രതിഷേധമുണ്ടായത്. അൻസിബ, സരയു എന്നീ 2 പേർ മത്സരിച്ചെങ്കിലും അവരെ മാറ്റി നിർത്തുകയായിരുന്നു. അവർക്ക് കിട്ടിയ വോട്ട് തീരെ കുറവാണ് എന്നുള്ളതായിരുന്നു അവരുടെ പക്ഷം. എന്തായാലും അതേ തുടർന്ന് വലിയ തർക്കമുണ്ടായി. ഒരു മണിക്കൂറോളം നീണ്ട തർക്കത്തിനൊടുവിൽ മത്സരിച്ച 3 പേരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും അവശേഷിക്കുന്ന ഒരാളെ അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കാനും ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും തർക്കത്തിനൊടുവിൽ അതിനൊരു പരിഹാരമായി. ഇപ്പോൾ പൂർണ്ണമായി മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ അമ്മയ്ക്ക് പുതിയ ഭരണ സമിതി നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. ഓക്കെ, വളരെ വികാരഭരിതമായ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് ഇന്ന് ഇടവേള ബാബു ചെയ്തത്. കാരണം ഇത്രയും കാലം ഒരു നിഴൽ പോലെ അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ട് എവിടെയും കാണാമായിരുന്നു ഇടവേള ബാബുവിന്. മാത്രമല്ല ടെലിവിഷൻ ചാനലുകളുമായിട്ടൊക്കെ നല്ല ബന്ധം അമ്മയ്ക്ക് സൂക്ഷിക്കുന്നതിലും ഇടവേള ബാബു കാര്യമായി പങ്കുവഹിച്ചിരുന്നു. ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും പരിപാടികളിലൊക്കെ ബാബുവിൻ്റെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. താങ്ക് യു ഇടവേള ബാബു ഫോർ ആൾ ദ സപ്പോർട്ട്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി സേനാപതിയിൽ അയൽവാസി വീട് നിർമ്മാണത്തിനായി മണ്ണ് നീക്കം ചെയ്തതോടെ ദളിത് കുടുംബത്തിൻ്റെ വീട് അപകടാവസ്ഥയിലായി. ചൂരക്കുഴിയിൽ മഞ്ജു ജോസഫും കുടുംബവുമാണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഒരു വീട്ടിൽ കഴിയുന്നത്. അയൽവാസിയുടെ വാക്കു വിശ്വസിച്ച ഒരു കുടുംബം ഇപ്പോൾ പെരുവഴിയിലാകേണ്ട അവസ്ഥയാണ്. മഞ്ജുവിനും കുടുംബത്തിനും നെഞ്ചിടിപ്പ് കൂടാൻ മഴ ശക്തമായൊന്ന് പെയ്യേണ്ട, മാനമൊന്ന് കറുത്താൽ തന്നെ മതി. 4 വർഷം മുൻപാണ് മഞ്ജുവിന്റെ അയൽവാസി പുതിയ വീട് നിർമ്മിക്കാൻ ഇവരുടെ വീടിനടുത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തത്. 15 അടിയോളം താഴ്ചയിൽ മണ്ണ് നീക്കി.
വീട് പണി പൂർത്തിയാകുമ്പോൾ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. കഴിഞ്ഞ ജൂലൈയിൽ സംരക്ഷണ ഭിത്തിയുടെ പണി തീർക്കുമെന്ന് കരാറും എഴുതി. വീട് പണി പൂർത്തിയായി പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. മഴക്കാലം പലത് കഴിഞ്ഞതോടെ മണ്ണ് താഴേക്കിരുന്ന് ചുവരുകൾ വിണ്ടുകീറിയും തറയിടിഞ്ഞ് താഴ്ന്നും വീട് അപകടാവസ്ഥയിലുമായി. മഴക്കാലത്ത് വെള്ളമിറങ്ങി മണ്ണിടിഞ്ഞാൽ വലിയ ദുരന്തമുണ്ടാകും. സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ഇവർ നവകേരള സദസ്സിലും കളക്ടർക്കുമൊക്കെ പരാതി നൽകി. സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ മാറി താമസിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ രാത്രി മഴ പെയ്യുമ്പോൾ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് പേടിയാണ്. രാത്രി ഞങ്ങൾ വലിയ മഴയാകുമ്പോൾ ഞങ്ങൾ ഈ നടുക്കത്തെ ഹാളിൽ വന്നിരുന്നു കസേരയിലിരുന്ന് ഞങ്ങൾ നേരം വെളുപ്പിക്കുകയാണ്. വലിയ മഴ പെയ്യുമ്പോൾ എനിക്കൊരു നിവൃത്തിയില്ല. ഞാൻ കയറി ഇറങ്ങാത്ത സർക്കാർ സ്ഥാപനങ്ങളൊന്നുമില്ല. പഞ്ചായത്തിലും വില്ലേജിൽ നിന്നും ഒക്കെ ആൾ വന്നു. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മിനിഞ്ഞാന്ന് ഇവിടെ AE വന്ന് അന്വേഷണത്തിന് വന്നിട്ട് പോയി. അവരും ഞങ്ങൾക്ക് ഒരു ആശ്വാസപ്രദമായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഈ വിഷയത്തിൽ എനിക്ക് ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. മഞ്ജുവും അമ്മയും 2 കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത്. കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന കുടുംബത്തിന് വാടകയ്ക്ക് മാറാനോ ലക്ഷങ്ങൾ മുടക്കി സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനോ കഴിയില്ല. അതേസമയം സ്ഥലം വാങ്ങുമ്പോഴേ മണ്ണ് നീക്കം ചെയ്തിരുന്നതാണെന്നും കോൺട്രാക്ട് പണിയിൽ നഷ്ടമുണ്ടായതിനെ തുടർന്ന് സാമ്പത്തിക ബാധ്യതയിലായതിനാലാണ് കരാർ പ്രകാരം സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതെന്നുമാണ് അയൽവാസിയായ അജി പറയുന്നത്. ഈ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് നേരെ അധികൃതർ മുഖം തിരിക്കരുത്. അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമുക്ക് പ്രകാശമാകുന്ന ചില കൗതുക വാർത്തകൾ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമില്ലാത്തൊരു വാർത്തയിലേക്ക് നമുക്കിനി പോകാം. ബി പോസിറ്റീവ്. നരിമടകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമില്ലേ? നരിമടകൾ എന്നറിയപ്പെടുന്ന മലപ്പുറം താനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗുഹകൾ നമുക്കിന്ന് കണ്ടുവരാം. താനൂരിൽ നിന്നും 3 കിലോമീറ്റർ മാറി കോഴിക്കോട് റോഡിൽ കുന്നുംപുറത്താണ് നരിമടകൾ ഉള്ളത്. കാടുമൂടിയ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ നരിമടയിലെത്താം. വലിയ വിസ്താരത്തിലാണ് ഗുഹയുടെ പ്രവേശന കവാടം. ഉൾഭാഗത്തേക്ക് പോകുന്തോറും ഇടുങ്ങി വരുന്നു. ഗുഹയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഉറപ്പുള്ള പാറകൾ തുരന്നാണ് നിർമ്മാണം. ഉൾഭാഗത്തെത്തിയാൽ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. കനത്ത ഇരുട്ടായതിനാൽ വവ്വാലുകളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ് ഇവിടെ. ചില ഭാഗങ്ങളിൽ നിരവധി വവ്വാലുകളെ കാണാം. ഈ ഗുഹക്കുള്ളിലേക്ക് ആളുകൾ എത്താത്ത ഒരിടമാണ്. ഒപ്പം തന്നെ വലിയ ഇരുട്ടുമുണ്ട്. അതുകൊണ്ട് വവ്വാലുകളൊക്കെ തന്നെ ഇവിടെ ഒരു സ്ഥിര താമസമാക്കിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് വവ്വാലുകളാണ് ഇവിടെ സ്ഥിര താമസക്കാരാക്കി മാറ്റിയിരിക്കുന്നത്. മേയാൻ വിട്ടിരുന്ന കന്നുകാലികളെ നരികൾ പിടികൂടി ഈ ഗുഹയിലെത്തിച്ച് ഭക്ഷിച്ചിരുന്നത് കൊണ്ടാണ് നരിമട എന്ന് പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ബുദ്ധകാലത്ത് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ നരിമടകളെ ബുദ്ധാശ്രമമെന്നും പറയുന്നു. ഗുഹകൾ എന്ന് നിർമ്മിച്ചു, ആര് നിർമ്മിച്ചു എന്നൊന്നും വ്യക്തമല്ല. ചരിത്രപ്രസിദ്ധമായ ഈ ഗുഹ നിലവിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവ സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. 24 തിരൂർ. ഷാഫി കൊമ്മേരി പറയുന്നത് KN 24 ബോട്ട് ഇറക്കുന്നോ? വേറെ ചില ചാനൽ വ്യൂസൊക്കെ വളരെ കൂടുതലാണ്. നമ്മളെന്തായാലും ബോട്ട് ഇറക്കുന്നില്ല ഷാഫി. മാത്രമല്ല, ഇന്നൊരു ബിരുദൻ പറയുന്നത് കേട്ടു. നമ്മുടെ ഇവിടെ കുറേ കാലം ജോലി ചെയ്ത ഒരാളാണ്. അയാൾ ഇറങ്ങി വേറൊരു ചാനലിൽ പോയപ്പോൾ അയാൾ ഇവിടെ ആയിരുന്നു ഓപ്പോയുടെ മൊബൈലായിരുന്നു ഉപയോഗിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഐഫോൺ കിട്ടിയെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പെർപ്പച്വൽ ന്യൂസൻസ് ആയിരുന്ന ഒരു കക്ഷിയാണ്. ഇറങ്ങിപ്പോയപ്പോഴേ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് നമ്മുടെ ടീം അംഗങ്ങൾ എന്നോട് പറഞ്ഞത്. പുള്ളി ഇനി ഐഫോണല്ല, ഒരു പ്ലെയിൻ സ്വന്തമാച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇങ്ങോട്ടില്ല. ഈ വാതിൽ അയാൾക്ക് അടച്ചു കഴിഞ്ഞു. കോഴിക്കോട് മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് ചെറുവണ്ണൂരിലെ പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനികൾക്ക്
കൈമാറുന്നതിനെതിരെ പ്രതിഷേധം കനക്കുന്നു. സ്വകാര്യ കമ്പനി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്താനിരുന്ന സ്റ്റീൽ കോംപ്ലക്സ് സ്വത്തുക്കളുടെ കണക്കെടുപ്പ് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് മാറ്റി. സ്റ്റീൽ കോംപ്ലക്സിൽ പ്രവേശിക്കുന്നതിന് കമ്പനി പ്രതിനിധികൾക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 300 കോടി രൂപയുടെ ആസ്തിയുള്ള സ്റ്റീൽ കോംപ്ലക്സ് ചുളുവിലേക്ക് സ്വകാര്യ കമ്പനിക്ക് വിൽക്കാനുള്ള നീക്കമാണ് പ്രതിഷേധങ്ങൾക്കെല്ലാം വഴിവെച്ചത്. കമ്പനി അടച്ചുപൂട്ടിയതോടെ തൊഴിലില്ലാതായ ജീവനക്കാരെ പരിഗണിക്കാതെയായിരുന്നു വിൽപ്പനയ്ക്കുള്ള ശ്രമം. 1973 സ്വകാര്യ മേഖലയിലാണ് സ്റ്റീൽ കോംപ്ലക്സ് തുടങ്ങിയത്. പിന്നീട് 1995 സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. 2008 കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി. 2013 കാനറ ബാങ്കിൽ നിന്നെടുത്ത 45 കോടി രൂപയുടെ ബാങ്ക് വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ കയ്യിലേക്ക് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് എത്തുന്നത്. കുടിശ്ശിക തുടർച്ചയായി അടക്കാതെ വന്നപ്പോൾ ബാങ്ക് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. ഒടുവിൽ 30 കോടിയോളം രൂപ നൽകാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ കമ്പനി ലോ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. 300 കോടി രൂപയോളം വിലമതിക്കുന്ന സ്റ്റീൽ കോംപ്ലക്സ് 30 കോടിക്ക് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നത് വിവാദമായി. പിന്നാലെ സംസ്ഥാന സർക്കാർ അപ്പീലിനു പോയി. ഇതിനെ തുടർന്ന് സ്റ്റീൽ കോംപ്ലക്സ് ഭൂമി അന്യാധീനപ്പെടുത്തുന്നത് ചെന്നൈയിലെ നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണൽ തടഞ്ഞു. എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വത്തുവകകൾ ഏറ്റെടുക്കുന്ന നടപടികൾ തുടരാനാണ് സ്വകാര്യ കമ്പനിയുടെ തീരുമാനം. ഇതോടെയാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള സംയുക്ത സമരസമിതിയുടെ നീക്കം. സ്വത്തുവകകളുടെ കണക്കെടുക്കാൻ പോലീസ് സംരക്ഷണത്തിലെത്തുന്ന സ്വകാര്യ കമ്പനി പ്രതിനിധികളെ എന്തു വില കൊടുത്തും തടയുമെന്നാണ് സമരസമിതിയുടെ പ്രഖ്യാപനം. ഞങ്ങളെ തൊഴിലും കൂലിയും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചിട്ട് ഈ കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഛത്തീസ്ഗഡിലെ ഔട്ട്സോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിവിടെയുള്ള തൊഴിലാളികൾ അപ്പോൾ അവരെ ജോലിയും കൂലിയും നഷ്ടപ്പെടുത്തുന്ന ഈ ഒരു പ്രവണത ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണിത്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ്. ഇത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിച്ചിട്ട് ഇത് നാടിൻ്റെ ഈ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ഈ സമരത്തിൻ്റെ മുമ്പിലുണ്ടാവും. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് മറ്റൊരു ദിവസം കണക്കെടുപ്പ് നടത്താനാണ് സ്വകാര്യ കമ്പനി പ്രതിനിധികളുടെ തീരുമാനം. നേരത്തെ ഇതിനായി എത്തിയ കമ്പനി പ്രതിനിധികളെ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതോടെയാണ് സ്വത്തേറ്റെടുക്കാനും തങ്ങളുടെ ജീവനും സ്വത്തിനും മതിയായ സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സിംഗ് ലിമിറ്റഡ് ഹൈക്കോടതിയെ സമീപിച്ചതും സംരക്ഷണത്തിനുള്ള ഉത്തരവ് നേടിയതും. കോഴിക്കോട് കമ്മീഷണറും നല്ലളം SHOയും സംരക്ഷണം ഉറപ്പാക്കണമെന്ന ഹൈക്കോടതി വിധിയുടെ ബലത്തിലാണ് സ്വകാര്യ കമ്പനി പ്രതിനിധികൾ സ്റ്റീൽ കോംപ്ലക്സിലേക്ക് എത്തുക. എന്നാൽ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് തൊഴിലാളികൾ. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ വിജയൻ പറയുന്നു, ആരെയും പിണക്കരുത് എസ്കൻ, പണി കിട്ടും. വിജയനെ ഞാനൊരു പഴയ നാടകാനം ഓർമ്മിപ്പിക്കാം. ആ നാടകാനം പറയുന്നത്, കൺമുന്നിൽ നിന്ന് ചിരിക്കും, കാണാതെ വന്ന് കഴുത്ത് ഞെരിക്കും, മാന്യത നടിച്ച് നടക്കും നിങ്ങൾ മനുഷ്യരാണ് എന്നാര് പറഞ്ഞു. അങ്ങനെയാണ് ആ നാടകാനത്തിൻ്റെ വരികളിങ്ങനെ പോകുന്നത്. നമ്മുടെ മുന്നിൽ നിന്ന് ചിരിക്കുകയും പിന്നിലൂടെ വന്ന് കുത്തുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സുഹൃത്തുക്കളായി കൊണ്ടു നടക്കാതിരിക്കുന്നതായിരിക്കും ഭംഗി. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇരുട്ടത്തവർ നിങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് വരും. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു, കോഴിക്കോട് നിന്നാണ് ഈ വാർത്ത. ഒരു യുവാവ് മുങ്ങി മരിച്ചു. കണ്ണമാലി ചാലിപ്പുറം ചാലിൽ കുളിക്കാനിറങ്ങിയ ഒരു യുവാവ് മുങ്ങി മരിച്ചു എന്നാണ് വാർത്ത. പള്ളുരുത്തി സ്വദേശി രാഹുലാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ നീന്തി രക്ഷപ്പെട്ടു. ചാലിപ്പുറം ചാലിലാണ് മുങ്ങി മരിച്ചതെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നത്. ബീച്ചിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. പാലക്കാട് കൊളപ്പുള്ളിയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അമ്മയെയും കുട്ടിയെയും കാർ ഇടിച്ച് തെറിപ്പിച്ചു. നിസ്സാര പരിക്കുകളോടെ ഇരുവരും രക്ഷപ്പെട്ടു എന്നാണ് പാലക്കാട് എന്നുള്ള വാർത്തയിൽ പറയുന്നത്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ നിഖിൽ. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ അമ്മയും കുട്ടിയും സ്കൂട്ടറിൽ നിന്ന് അവർ ഒരു സാധനം വാങ്ങിക്കാൻ കടയിൽ പോയി എത്തിയ ശേഷം സ്കൂട്ടർ തിരിക്കുകയാണ്. ആ സമയത്ത് വേഗതയിൽ എത്തിയ സ്വിഫ്റ്റ് കാർ അവരെ ഇടിക്കുകയായിരുന്നു. അത്ഭുതകരമായാണ് 2 പേരും രക്ഷപ്പെട്ടത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് എത്രത്തോളം ഭീതിതമായിരുന്നു അപകടമെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. വളരെ അത്ഭുതകരമായാണ് 2 പേരും രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യം കാണുമ്പോൾ
അവർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. രണ്ടുപേരും ഈ വാഹനത്തിന്റെ ഇടിയെ തുടർന്ന് തെറിച്ചു വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ അപകടം ഒരുപക്ഷെ ആ അമ്മയ്ക്കും കുഞ്ഞിനും പറ്റിയിരിക്കാമെന്ന് നമ്മൾ ആശങ്കപ്പെടും. പക്ഷേ നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇത് വ്യാപകമായി ദൃശ്യം പ്രചരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾ കരുതുക ആ കുട്ടിക്കും അമ്മയ്ക്കും വലിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ടാകും എന്നാണ്. എന്നാൽ നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പെട്ടെന്നൊക്കെ വാഹനങ്ങൾ തിരിക്കുമ്പോഴുള്ള അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കുന്നത് എന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. എന്തായാലും ആ വരുന്ന കാർ ഒരു നിയന്ത്രണവുമില്ലാതെ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്ന മണിപ്പൂരിൽ പാലം തകർന്ന ഒരാൾ മരിച്ചുവെന്നാണ്. മയങ് ഇംഫാൽ സ്വദേശി ട്രക്ക് ഡ്രൈവർ ഉസാബുദ്ദീനാണ് മരിച്ചത്. നായ പുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല. ഒരു പഴമൊഴിയാണ്. ഇറിഗേഷൻ വകുപ്പിൻ്റെ ഇത്തരം സമീപനം കൊണ്ട് ദുരിതത്തിലായ ഒരു നാടുണ്ട് തൃശ്ശൂരിൽ. 11 കൊല്ലമായി അറ്റകുറ്റപ്പണി ചെയ്യാത്തതുകൊണ്ട് തകർന്നു കിടക്കുകയാണ് ചിറക്കൽ കൊറ്റങ്കോട് ഇറിഗേഷൻ റോഡ് പുനർനിർമ്മിക്കാനോ പിഴപിടിയെ കൊണ്ട് വിടപിടിക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിനോ വിട്ടു നൽകാനോ ഈ വകുപ്പ് തയ്യാറാകുന്നില്ല. ഒരു ഭൂപടം വരയ്ക്കാൻ തീരുമാനിക്കുന്നു. കേരളത്തിന്റെ എന്നല്ല, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭൂപടം പോലും വരയ്ക്കാൻ കഴിയുന്ന കുഴികളുള്ള റോഡ്. അക്കാണുന്ന ദുരിത കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ചിറക്കൽ സെന്റർ മുതൽ കൊറ്റങ്കോട് പാലം വരെ 2 കിലോമീറ്റർ ദൂരത്ത് കുഴികളൊഴിഞ്ഞ ഭാഗമില്ല. ആംബുലൻസ് ഉൾപ്പെടെ ചീറിപ്പായുന്ന റോഡിൽ അപകടങ്ങൾ പതിവ്. കൂടുതൽ ദുരിതം ഇരുചക്ര വാഹനയാത്രികർക്കാണ്. കുഴിയിൽ വീണ് പലരുടെയും നടു ഒരു പരുവമായി. ഗതാഗത യോഗ്യമായ റോഡിനായി നാളുകളായുള്ള ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പരിശ്രമം ഇതുവരെ ഫലം കണ്ടിട്ടില്ല. റോഡ് പുനർനിർമ്മാണത്തിന് 68 ലക്ഷം രൂപ വകയിരുത്തിയെന്ന പ്രഖ്യാപനമല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. നാട്ടുകാർ ചേർന്ന് ഒപ്പിട്ട നിവേദനം നവകേരള സദസ്സിലും നൽകിയിരുന്നു. ജലസേചന വകുപ്പിന് കീഴിലുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പിന് വിട്ടുകൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്തു. ഇറിഗേഷൻ വകുപ്പിനോട് PWDക്ക് ഇത് കൊടുപ്പിക്കാനായിട്ട് പല ലെറ്ററുകളും വിട്ടു, കാര്യങ്ങൾ വിട്ടു. 3 കൊല്ലത്തോളമായിട്ട് നിരന്തരം ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇന്നേ വരെ ഈ 3 കൊല്ലത്തോളം ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഒരു കൊട്ട മണ്ണ് കൊണ്ടുവന്നൊരു കുഴിയിലിടാനോ ഒന്നും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. നാട്ടുകാർ ചേർന്നിട്ട് പല കുഴികളും ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തു. ഇവിടെ തന്നെ 1-2 കുഴികൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കാണാം. അത് ഞങ്ങളുടെ ചെലവിൽ ഞങ്ങൾ ചെയ്തു. ഈ 3 കൊല്ലമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത കൊല്ലം ചെയ്യും, പിന്നത്തെ കൊല്ലം ചെയ്യും എന്നുള്ളൊരു വാക്കല്ലാതെ ഒന്നും നടന്നിട്ടില്ല. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിക്കും റോഷി അഗസ്റ്റിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. നിരന്തര സമരത്തെ തുടർന്ന് ഈ അടുത്താണ് കൊറ്റങ്കോട് റെഗുലേറ്റർ പാലത്തിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് ഇട്ടത്. എന്നാൽ അതും തകർന്നു തുടങ്ങി. കുണ്ടും കുഴിയും ചാടിയുള്ള ദുരിതയാത്രയിൽ വലയുന്നത് 100 കണക്കിന് ആളുകളാണ്. ഈ കുഴികളിൽ വീണ ദിനംപ്രതി അപകടത്തിൽപ്പെടുന്നത് നിരവധി പേരാണ്. ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് ഈ റോഡ് നിർമ്മിക്കണമെന്നതാണ് ഇവിടത്തുകാരുടെ ആവശ്യം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. താൽക്കാലിക പരിഹാരമല്ല, മറിച്ച് ശാസ്ത്രീയമായ പരിഹാരമാണ് വേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു. പരാതി പറഞ്ഞ് മടുത്തുപോയെന്ന് നാട്ടുകാർ പറയുന്നു. അവരുടെ പ്രതികരണങ്ങൾ. കാലം കുറച്ചായി ഇത് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ ഇതിലെ കിടക്കുന്ന ആൾക്കാർ അത് തട്ടിമറിഞ്ഞ് വീഴണം. എന്താ വെച്ചാൽ ഈ കുഴി, അതായത് കുറേ നാളായി ഇവർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് കാര്യം? ഒരു കാര്യമില്ല. അതെന്താ വെച്ചാലേ ഭരണകൂടം കറക്റ്റായിട്ട് നോക്കിയാൽ നമുക്ക് ശരിയാവും. അതുകൊണ്ടോ അല്ലാതെ അല്ലെങ്കിൽ ആൾക്കാർ പിന്നെയും മരണപ്പെടും. 8 വർഷമായി റോഡ് റിപ്പയർ ചെയ്തിട്ട്. 4 വർഷമായിട്ട് ഞാൻ വണ്ടി ഉപയോഗിക്കുക. ഈ വണ്ടി ഞാനൊരു 25 തവണ റിപ്പയർ ചെയ്തു. ടയർ എത്ര പ്രാവശ്യം മാറി? 3 പ്രാവശ്യം ടയർ മാറി. ഇതൊക്കെ ഞാൻ 15 വർഷത്തേക്കുള്ള ടാക്സ് അടച്ച് ഈ ഫണ്ട് മുഴുവൻ എവിടേക്കാണ് ഇവർ കൊണ്ട് തള്ളുന്നത്? റോഡുകൾക്ക് വേണ്ടിയല്ല, റോഡുകൾക്ക് വേണ്ടി വാങ്ങിക്കുന്ന ഫണ്ട് റോഡുകൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അത് ചെയ്യാതെ തോന്നിയ പോലെ രാഷ്ട്രീയം കളിച്ചു നടന്നാൽ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് അവർ നിഷേധിക്കുന്നത്.
ഇപ്പോൾ ധാരാളം ബസ്സുകൾ ഈ റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സുകൾ മാത്രമല്ല മറ്റ് ഒരുപാട് വാഹനങ്ങൾ. കാരണം ഈ റോഡ് ഉപയോഗിക്കുന്നത് ജില്ലയുടെ അടുത്ത് കറാഞ്ചിറ ഹോസ്പിറ്റലുണ്ട്, ആംബുലൻസ് ഒരുപാട് ഇതിൽ പോകുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നതിന് ഷോർട്ട് കട്ട് കൂടിയാണ്. അപ്പോൾ ആളുകൾ ധാരാളം ഉപയോഗിക്കുന്ന റോഡാണത്. ഉപയോഗിക്കുന്ന റോഡിന് പര്യാപ്തമല്ല ഈ അവസ്ഥയിൽ. എന്തായാലും ഈ റോഡിൻ്റെ സ്ഥിതി വളരെ അപകടകരമാണ്. അത് അധികാരികൾ കാണട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മഴക്കാലം എത്തിയതോടെ നിങ്ങൾക്കറിയാം നാട്ടിലെങ്ങും പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യുക? സ്വയം ചികിത്സ നടത്താതെ അടുത്ത ആശുപത്രിയിലേക്ക് പോവുക. എന്നാൽ വയനാട് പടിഞ്ഞാറേത്തറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ചികിത്സയ്ക്കെത്തിയാൽ ജനങ്ങൾ അതിന് ചിലപ്പോൾ മടിച്ചു നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാര്യം അവിടെ പോയ ചില പ്രശ്നങ്ങളുണ്ട്. പടിഞ്ഞാറേത്തറയിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം സംഭരിക്കുന്നത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലും പുറത്തുമായിട്ടാണ്. ഒരു മതിലിനപ്പുറവും ഇപ്പുറവുമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ പ്രവർത്തിക്കുന്നത്. ചികിത്സയ്ക്കെത്തുന്ന ആളുകൾ മറ്റ് രോഗങ്ങൾ വരുമോ എന്ന ആശങ്കയിലാണ് ഈ ഹെൽത്ത് സെൻ്ററിലേക്ക് എത്തുന്നത്. പടിഞ്ഞാറത്തറ പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാൾ 2010 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഈ ഹാളിൻ്റെ അവസ്ഥ കാണണമെങ്കിൽ ഈ വാതിലൊന്ന് തുറന്നു നോക്കിയാൽ മതി. ഹാളിൻ്റെ മേൽക്കൂര തൊടും വിധം ചാക്കുകണക്കിന് മാലിന്യം അടുക്കി സംഭരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട്. കുന്നുകൂടി കിടക്കുന്ന മാലിന്യ ചാക്കുകൾ. കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പുറത്തേക്കും ഇത് നീളുന്നു. ഖരമാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾക്ക് തൊട്ടടുത്ത് ഒരു പൊതുജനാരോഗ്യ കേന്ദ്രം. ഈ കാഴ്ച പടിഞ്ഞാറത്തറ നഗരത്തിലെ കാപ്പുംകുന്നിൽ നിന്നാണ്. ഈ ബിൽഡിംഗ് കംപ്ലീറ്റ്, ഈ കാണുന്ന ഇടം കംപ്ലീറ്റ് ഇപ്പോൾ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇപ്പോൾ മഴക്കാലമാണ്. ഇതിൻ്റെ ഈ മാലിന്യത്തിൻ്റെ ദ്രവങ്ങളാണ് ഈ ആശുപത്രി പരിസരങ്ങളിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പം ഏറ്റവും ഹൈജീനായി സൂക്ഷിക്കേണ്ട ആശുപത്രി പരിസരം ഇതുപോലെ മാലിന്യങ്ങൾ കൂമ്പാരമായി സംഭരിച്ചു വെക്കുന്ന ഇടമായി മാറിയതിൽ ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് കടുത്ത എതിർപ്പുണ്ട്. ആശുപത്രി ജീവനക്കാർക്ക് കൊതുകുകൊണ്ട് ഇരിക്കപ്പൊറുതിയില്ല. മഴയ്ക്ക് പിന്നാലെ പകർച്ചവ്യാധി ഭീഷണിയുണ്ട് ജില്ലയിൽ പലയിടത്തും. ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത തുടരുമ്പോഴാണ് ഈ വിധം ഒരു മാലിന്യ കൂമ്പാരം ആശുപത്രിക്ക് അടുത്തു കാണുന്നത്. ആശുപത്രിയിൽ രോഗം മാറാൻ വേണ്ടിയിട്ട് വന്ന് ഫ്രീ ആയിട്ട് ഇവിടുന്ന് രോഗം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മാലിന്യങ്ങളുടെ സ്ഥിതിയുള്ളത്. കാരണം ഇത് അടിയന്തരമായിട്ട് ഇത് വാരി മാറ്റണം. ഇത് പുറം ലോകം അറിഞ്ഞ ഏറ്റവും കൂടുതൽ മ്ലേച്ഛകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. മലയാളി എന്ന് പറഞ്ഞാൽ വൃത്തിയുടെ കാര്യത്തിലും വെടിപ്പിൻ്റെ കാര്യത്തിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുകയും ഇത് പെരക്കാത്ത ഈ സാധനം ഇരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നാണ് ഇവിടേക്കുള്ള മാലിന്യം ശേഖരിക്കുന്നത്. ബദൽ സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ 24നോട് പറഞ്ഞു. ഗ്രീൻ കേരള കമ്പനിയാണ് മാലിന്യം ഏറ്റെടുക്കുന്നത്. ഇവർ കൊണ്ടുപോകാൻ വൈകുന്നത് മൂലമാണ് ഇത് പുറത്തിടേണ്ടി വരുന്നത്. MCF കെട്ടിടത്തിന്റെ നിർമ്മാണം കാപ്പുംകുന്നിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് മാലിന്യം നീക്കും. കമ്മ്യൂണിറ്റി ഹാൾ വികസിപ്പിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചു. കമ്മ്യൂണിറ്റി ഹാൾ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറി എന്നതല്ല പ്രശ്നം. അതിനടുത്ത് ഒരു ആതുരാലയം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ഈ പകർച്ചവ്യാധി കാലത്ത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഈ പ്രശ്നത്തെക്കുറിച്ച് ജനങ്ങൾ നമ്മോട് പ്രതികരിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് ചാലിയത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. മുത്തേടത്ത് MC ഹനീഫയാണ് മരിച്ചത്. ചാലിയം ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിന് സമീപം ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്കിൽ മറ്റൊരു ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ വാർത്തയുടെ പ്രതികരണത്തിലേക്ക്. മഴ പെയ്തതിന് പിന്നാലെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പൊതുവെ വയനാട് ജില്ല. ഇതിനിടയിലാണ് ആശുപത്രിയോട് ചേർന്നുള്ള ഈ മാലിന്യ കേന്ദ്ര കാഴ്ച. ഈ പ്രശ്നത്തിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ ചോദിച്ചു. ഈ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് മാന്യമായി സംസ്കരിച്ചില്ലെങ്കിൽ മനുഷ്യൻ്റെ വരുന്ന തലമുറയ്ക്ക് വരെ പ്രശ്നങ്ങളുണ്ടാകുന്ന സാധനമാണ്. ആശുപത്രി മാത്രമല്ല, ഇവിടെ എത്ര രോഗികളാണ് വരുന്നത്? ഒരു പ്രതിദിനം 100 കണക്കിന് രോഗികൾ, പാവപ്പെട്ട രോഗികൾ വരുന്ന സ്ഥലമാണ് ഇവിടെ.
അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ ഈ ഗ്രാമപഞ്ചായത്ത് ഇതിന് ശക്തമായൊരു നടപടി ഉടനടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രക്ഷോഭം തന്നെ ഞങ്ങൾ ഉണ്ടാക്കും. അത് ഒരു സംശയവും വേണ്ട. ആതുരാലയമല്ലേ, ഒരു ആതുരാലയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ആതുരാലയത്തിൻ്റെ അതൊരു സെറ്റപ്പ് വേണ്ടേ. അപ്പോൾ ഇവർ മാലിന്യമൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അല്ല കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതൊരു മറ്റുള്ള ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടാവും. അത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം. ഇവിടെ ഈ സാംക്രമിക രോഗങ്ങൾ, ഇപ്പോൾ എലിപ്പനി അങ്ങനെയുള്ള ഇതെല്ലാം പകരുന്നത് വഴി ഇത് ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടിട്ട് പിന്നെ അതിൻ്റെ പുറകെ പോകുന്നതിൽ കാര്യമില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഹെൽത്ത് സെൻ്ററിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത് പൂർത്തീകരിക്കണം. അതിൻ്റെ പൂർത്തീകരണം ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. ഇനി 24 സ്പീഡ് ന്യൂസ്. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങുന്നു. ഭരണപക്ഷ സ്ഥാനാർത്ഥി പിന്തുണയ്ക്കണമെന്ന രാജ്നാഥ് സിംഗിന്റെ ആവശ്യം പ്രതിപക്ഷം തള്ളിക്കളഞ്ഞു. ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥി സമാജ്വാദി പാർട്ടിയിൽ നിന്നാകുമെന്ന സൂചന. കൂടിയാലോചനകളുമായി മല്ലികാർജ്ജുൻ ഖാർഗെ. സംസ്ഥാനത്ത് ഇന്ന് 3 പേർ മുങ്ങിമരിച്ചു. തിരുവനന്തപുരം വർക്കല കാപ്പിൽ ബീച്ചിൽ തിരയിൽപ്പെട്ട് മരിച്ചത് കൊല്ലം ചീമാട്ടി സ്വദേശി അല്ലമീനും കൊട്ടാരക്കരയിലെ അൻവറും. കൊച്ചി കണ്ണമാലി ചാലിപ്പുറം ചാലിൽ പള്ളുരുത്തി സ്വദേശി മുങ്ങിമരിച്ചു. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി അതിരൂക്ഷം. ഡൽഹിയിൽ വെള്ളക്കെട്ടിൽ വീണ് 3 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ഡൽഹി സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. മുംബൈ ലോണാവാലയിൽ വിനോദയാത്രാ സംഘം അണക്കെട്ടിൽ വീണു. 2 കുട്ടികൾ മരിച്ചു. സ്വർണ്ണക്കടത്ത് ബന്ധത്തിന്റെ പേരിൽ കണ്ണൂരിൽ CPM നടപടി. ബ്രാഞ്ച് അംഗത്തെ പുറത്താക്കി. നടപടി പെരിങ്ങോം എരമം ബ്രാഞ്ച് കമ്മിറ്റി അംഗം സജീഷിനെതിരെ. സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തോടൊപ്പം കാനായിലെത്തിയ സംഘത്തിൽ സജീഷും ഉണ്ടായിരുന്നതായി വിവരം ലഭിച്ചു. പുറത്താക്കൽ 2 മാസം മുമ്പ്. CPM-നെതിരെ തുറന്നടിച്ച CPI. നിലവിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി പഠിക്കുകയും തിരുത്തുകയും വേണമെന്ന് ബിനോയ് വിശ്വം. വിമർശനം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ. ചെങ്കൊടി തണലിൽ അധോലോക സംസ്കാരം വളരരുത്. LDF വിടേണ്ട സാഹചര്യമില്ലെന്നും ബിനോയ് വിശ്വം. CPI മുന്നണി വിടണമെന്ന് MM ഹസൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പോര്. സജി ചെറിയാനെ തള്ളി വി ശിവൻകുട്ടി. ഉപരിപഠനത്തിന് യോഗ്യത നേടുന്നവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന നിരീക്ഷണം വസ്തുതാവിരുദ്ധമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. രാജ്യത്ത് ഏറ്റവും മികച്ച സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനം കേരളമെന്നും വിശദീകരണം. സജി ചെറിയാന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ അടർത്തിയെടുത്താണ് വിവാദമുണ്ടായതെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് വിവാദത്തിൽ തലയൂരാൻ സർക്കാർ. KK രമയുടെ മൊഴിയെടുത്ത ASIക്ക് സ്ഥലമാറ്റം. കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി. പ്രതികളുടെ പട്ടിക ചോർന്നതിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് നീക്കം. പാനൂർ ചൊക്ലി സ്റ്റേഷനുകളിലെ 2 ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്ത് കൂത്തുപറമ്പ് ACP. അപ്പോൾ ഈ പൊതുജനത്തിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. ഇനി എൻകൗണ്ടർ പ്രൈം KR ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് നൈറ്റ്.